ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ സവാള കെട്ടിയത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അതിനോട് വീഡിയോ ഉണക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ അത് വാട്ടിയെടുത്ത് ഒന്ന് വാടിയ ശേഷം അതിലേക്ക് തക്കാളിയും പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ സ്മെല്ല് മാറുന്ന വരെ എടുക്കുക. എന്നിട്ട് നമ്മൾ മുന്നേ മുളകും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് പുരട്ടി വെച്ച ചിക്കൻ ഇതിലേക്ക് മാറ്റുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ് ഞാൻ ആദ്യം സവാള വാട്ടുമ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇതിൽ ഇനി വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കൻ മൂടി വെച്ച് കഴിയുമ്പോൾ അതിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയത്തേക്ക് നന്നായി ചൂടായി വേവാൻ വേണ്ടിയിട്ടൊന്ന് വെന്ത ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്ന് മൂടി വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാകും. ചിക്കനൊക്കെ ശേഷം വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിയില മുറിച്ചിട്ട് ഇതിലേക്ക് ഇടുക. മല്ലിയില മുറിച്ചിട്ട് നമ്മൾ അധികം ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് 1-2 മിനിറ്റ് കൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിൽ ഞാൻ പറഞ്ഞു മസാലയൊന്നും ആഡ് ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ മസാല ആഡ് ചെയ്തത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. വെറും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് അച്ചാറും പിന്നെ സാലഡും ഈ ചിക്കൻ കറിയുടെ കൂട്ടിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു അടിപൊളിയായിട്ടുള്ള കറിയാണ്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ചാനൽ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.